hope you all are doing great. അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവ്ലി പീസ് ലില്ലിയെ കുറിച്ചാണ്. പീസ് ലില്ലി എന്ന പ്ലാന്റ് മിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണെന്ന് എനിക്കറിയാം. അറിയോ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആമസോണിൽ നിന്ന് ഒരു പീസ് ലില്ലി മേടിച്ചു. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പീസ് ലില്ലി നിങ്ങളെ കാണിക്കട്ടെ. നമ്മുടെ പീസ് ലില്ലി ചെടി ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. 200 രൂപ കൊടുത്ത് മേടിച്ച സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെയല്ല, ഇതിനേക്കാളും ശോചനീയ അവസ്ഥയായിരുന്നു കുറച്ച് ദിവസം മുമ്പേ വരെ. ഇതുവരെ എത്തിപ്പെടുത്തി വെള്ളവും. ഇത് ശരിക്കും നമുക്ക് ഈ ചെടിക്ക് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല. വെള്ളം വൺസ് ഇൻ 2 days നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഓവർഫ്ലോയുടെ വെള്ളവും ആവശ്യമില്ല. കുറച്ച് വെള്ളം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ ആയിട്ട് ഒരു ലില്ലിയെങ്കിലും കാണുമെന്നാണ്. പക്ഷെ ലില്ലി പോയിട്ട് ലീ പോലും ഇതിൻ്റെ അകത്തില്ല. ലീഫ് ഉണ്ട്, എന്തോ ഭാഗ്യം. അപ്പം എൻ്റെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഞാൻ ഇതിൽ പീസ് ലില്ലി കൊണ്ടുവരുത്തി ഇരിക്കും. വന്നില്ലെങ്കിൽ വന്നില്ല, അത്രേ ഉള്ളൂ. എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ? എനിക്ക് പീസ് ലില്ലി വരയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അല്ലേ? അപ്പം ഗൈസ്, 10 ദിവസമാണ് നമ്മുടെ വെയിറ്റ് ടൈം. 10 ദിവസം ഞാൻ ഇതിൻ്റെ വളവും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഞാൻ കംബാക്ക് ആവും. 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ഈ വീഡിയോ തന്നെ കാത്തിരുന്നാൽ മതി. ഞാൻ 10ാമത്തെ ദിവസം കണ്ടിന്യൂഷനിൽ ഇടാം. പക്ഷെ 10 ദിവസം എനിക്കൊരു ചാലഞ്ച് തന്നെയാണ് ഗൈസ്. എനിക്കൊരു ചാലഞ്ച് തന്നെ ആണ്. സോ ലെറ്റ്സ് മീറ്റ് ആഫ്റ്റർ 10 days. ബൈ. പോയില്ലേ? 10 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, ഉറപ്പായിട്ടും വരും. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പീസ് ലില്ലി പിടിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സീക്രട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് കമൻറ്റ് ചെയ്യൂ. പക്ഷെ ആർക്കും കമൻറ്റും ചെയ്യാൻ വയ്യ, ലൈക്കും ചെയ്യാൻ വയ്യ, സബ്സ്ക്രൈബും ചെയ്യാൻ വയ്യ. ഇതെങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും? നിങ്ങൾ തന്നെ ആലോചിക്കുവിൻ. കമോൺ. ഇപ്പം ആലോചിച്ചോ, ഇപ്പം ഇരുന്ന് ആലോചിച്ചോ. കാരണം ഞാൻ ഇപ്പം പോയിട്ട് വരുമല്ലോ. 10 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിക്കണ്ടേ എങ്ങനെ ഇരിക്കുന്നത്. ഇതിൽ പീസ് ലില്ലി വരുത്തുമില്ല, നമുക്കൊന്ന് അറിയണമല്ലോ. അമ്പട കേമ, ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഗൈസ്, ഡേ 10 ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ആ പോച്ച പോലെയുള്ള ഒരു പീസ് ലില്ലിയുമായിട്ട് 10 ദിവസം പെട്ട പാട് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? നിങ്ങളുടെ മുന്നിൽ ഒരു റിസൾട്ട്, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരണ്ടേ? അതിന് ഞാൻ അതിൻ്റെ തൊട്ട് മുന്നേ കുത്തിയിരുന്ന് അതിനെ വളർത്തി. അങ്ങനെ ഇരുന്നാൽ വളരുമോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്വഭാവമല്ല. അപ്പം എന്തായാലും ഈ 10 ദിവസം ഞാൻ കഷ്ടപ്പെട്ട് അതിനുള്ള പീസ് വന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങളും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരിക്കും. ഞാൻ ഓൾറെഡി സർപ്രൈസ്ഡ് ആണ്. ആ ടൈമിൽ തന്നെ ഞാൻ സർപ്രൈസ്ഡ് ആയി. പക്ഷെ എനിക്കറിയാം നിങ്ങളും ഒരുപാട് എക്സൈറ്റഡോടെ ഇരിക്കുമായിരിക്കും പീസ് ലില്ലി അതിൽ കാണാനല്ലേ. ഒരു പീസ് ലില്ലി ചോദിച്ചു, ഒരു പൂക്കാലം പീസ് ലില്ലി എനിക്ക് തന്നു. യെസ് ഗൈസ്. സോ our countdown start. 1 2 3. Oh my god, look at my peace lily. 4 ഇലയായിട്ടിരുന്ന സാധനം കണ്ടോ? 4 ലോഡ് ഇലയായിട്ടിരിക്കുന്നു ഗൈസ്. കണ്ടോ? ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ? എത്ര പീസ് ലില്ലിന്ന് എത്ര ഉണ്ടെന്ന് എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് too long time for me to count each and every piece lily. But I'm so happy to see finally peace lily. ഫൈനലി ഒറിജിനലായിട്ട് ഞാൻ എൻ്റെ പീസ് ലില്ലിയെ കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ആ പോച്ച പോലെ ഇരുന്ന സാധനം എങ്ങനെ വളർത്തിയെന്നല്ലേ നിങ്ങൾ അറിയേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അതിൽ വളം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇടയ്ക്ക് മണ്ണൊക്കെ കുത്തിയൊന്നും കൊടുത്തു. പക്ഷെ എന്നാലും മറ്റേ വളം ഞാൻ ഇച്ചിരി നമ്മുടെ സാധാരണ ചെടികൾക്കിടുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ചിട്ട് നോക്കി. കാരണം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വല്ല അളിഞ്ഞു പോയാലോ കരിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കാൻ നിന്നില്ല അതിൽ വളമെല്ലാം ചേർക്കാനായിട്ട്. കാരണം അതിൻ്റെ വളത്തിൻ്റെ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇരുന്ന് ഗൈസ്, ഇതിന് ഒരു മാറ്റവും വന്നില്ല. ഇത് പഴയതുപോലെ തന്നെ. ഇത് ഏതാന്നല്ലേ, ഞാൻ പോയി വേറെ പുതിയത് മേടിച്ചോണ്ട് വന്നു. നിങ്ങളെന്ത് ചോദിച്ചാൽ 10 ദിവസം കൊണ്ട് ഇതിലുള്ള പീസ് ഇത്രയും പിടിക്കുമെന്നോ? ഞാൻ ഇവിടെ പീസ് വിളമ്പിക്കൊണ്ടിരിക്കുവാണോ? അല്ല ഗൈസ്, ഇതിന് ഞാൻ
സ്നേഹിച്ച് വളർത്തും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് പീസ് ലില്ലിയോടുള്ള ഒരു പീസ് ലില്ലി മേടിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള കടകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻസിലും അവൈലബിൾ ആയിരിക്കും. വിത്ത് ഈ പൂവുള്ള ചെടി അവൈലബിൾ ആയിരിക്കും, അങ്ങനെ മേടിക്കണം. അല്ലാതെ പടം മാത്രം കണ്ടുകൊണ്ട് ആ ചാടി കയറി പൊട്ടത്തരം കാണിക്കരുത് എന്നെ പോലെ പ്ലീസ്. പൊട്ടത്തരം കാണിച്ചാൽ ഇതുപോലെ പൊട്ട സാധനം കിട്ടും വിത്തൗട്ട് ലില്ലി. സോറി ഇടാൻ നിന്നെ ഞാൻ അല്ല, അങ്ങനെ ആക്കിയതല്ല, സോറി. ഇതെനിക്കിഷ്ടമാണ്. ഇതിൽ ഞാൻ ലില്ലി വരത്തും ഗൈസ്. ഇത് ഭയങ്കര ചെറുതാണ് കണ്ടോ, ഇതിൻ്റെ ഇല തന്നെ എത്ര ചെറുത്, ഇതിൻ്റെ ഒക്കെ ഇല കണ്ടോ എന്തോ ഒരു വലിപ്പമുള്ളതാണ്. പിന്നെ സമയം എടുക്കും, പക്ഷെ ഇത് ഞങ്ങൾ കുറച്ചുകൂടെ നല്ല മണ്ണൊക്കെ വെച്ച് വലിയൊരു ചട്ടിയിലൊക്കെ വെച്ച് ഇതിനെ ഞങ്ങൾ സെറ്റാക്കും, ഇതിനെയും സെറ്റാക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഓൺലൈനിൽ സാധനങ്ങൾ മേടിക്കുക. ആൻഡ് എന്തെങ്കിലും മോശപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. ഞാൻ ഈ കമൻറ്റ് പറഞ്ഞല്ലോ, നിങ്ങൾ മര്യാദയ്ക്ക് കമൻറ്റ് ഒന്നും എനിക്ക് ഇടത്തില്ലെന്ന് എനിക്ക് അറിയാം, പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. അതെങ്കിലും പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. പിന്നെ ഒന്ന് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തുതരാം. നമുക്ക് ആകെപ്പാടെ 8 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 1000K ആവുക ഗൈസ്. 1000K നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ആ സബ്സ്ക്രിപ്ഷനിൽ ഞെക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി വാല്യുബിൾ ഫോർ മീ, വെരി മച്ച് വാല്യുബിൾ ഫോർ മീ. യാ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇത് നമ്മൾ മേടിച്ചത് കൊട്ടാരക്കരയിൽ നിന്നായിരുന്നു. കൊട്ടാരക്കര ഒരു പ്ലാന്റ് ഷോപ്പിൽ നിന്നായിരുന്നു മേടിച്ചത്. കറക്റ്റ് ഷോപ്പിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ബൈസ്.